തിരികെ ചർച്ചയിലേക്ക് ശ്രീമതി മേരി ജോർജ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ അവകാശമാണ് അവന്റെ പരാതികൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനാണ് പൗരന്മാർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരും ജനാധിപത്യ വ്യവസ്ഥിതിയും ഒക്കെ ഇങ്ങനെ പിന്തുടരുന്നത്. 2012 നമുക്കറിയാം റൈറ്റ് ടു സർവീസ് ആക്ട് പാസാക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് ഒരു പൗരന് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുത്ത മന്ത്രിസഭയ്ക്കുമാണ്. അത് എങ്ങനെയാണ് ഔദാര്യത്തിൻ്റെ ഒരു ഭാഷ്യമായി മാറുന്നത്? ഈ നവകേരള സദസ്സൊക്കെ അതിൻ്റെ ഒരു മറ്റൊരു മുഖമായി തന്നെ മാറിയതല്ലേ? നമ്മൾ കണ്ടതാണ്. സഞ്ചരിക്കുന്ന മന്ത്രിസഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് മന്ത്രിമാരൊക്കെ ശീതീകരിച്ച മുറികളിൽ തന്നെ തങ്ങുകയും കൗണ്ടറുകളിൽ പരാതി ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു. പരാതികൾ പലപ്പോഴും ഉദ്യോഗസ്ഥർ വാങ്ങുന്നു, അത് എത്തേണ്ടടുത്ത് എത്തുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു മാസം നീണ്ടുനിന്ന നവകേരള മാമാങ്കം എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. രോഹിണി, ഒരുപാട് ഉത്തരങ്ങൾ തേടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. കാരണം അത് എന്തിനാണ് ഒരു ഗവൺമെൻറ്റിനെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്? എന്തിനാണ് ഒരു ഭരണസിരാ കേന്ദ്രം കോടാനുകോടികൾ ചെലവഴിച്ച് ഒരു ഭരണസിരാ കേന്ദ്രം പണിതിട്ടിരിക്കുന്നത്? അവിടെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഒരു സിംഹാസനം, ഒരുപാട് പരിവാരങ്ങളും? അവിടെ എന്തിനാണ് ഓരോ മന്ത്രിമാർക്കും അവരവരുടേതായ മന്ദിരങ്ങളും മറ്റ് സഭ, അതായത് മറ്റ് എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്? 34 35 പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകൾ, മദർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതിന് കീഴെ ഉപ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം കൂടി ചേർന്ന് 73 74 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇവയൊക്കെ ഓരോ കാര്യം, അതായത് ഒരു വകുപ്പിനെ തന്നെ ഒന്നിലധികമായിട്ട് വിഭജിക്കുന്നത് കൊണ്ടാണ് 34 35 ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് 74 75 ഉപവകുപ്പുകൾ കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വകുപ്പുകളിലേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം 2014 ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ മെമ്പറായിരിക്കെ എനിക്കറിയാം, ഞങ്ങൾ പഠിച്ചതാണ് എത്ര എക്സസ് സ്റ്റാഫ് ഉണ്ട്. അന്ന് തന്നെ 37,000-ത്തിലധികം എക്സസ് സ്റ്റാഫാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. അപ്പോൾ ഇപ്പം എത്ര കൂടി കാണും? അവനവൻ്റെ ആൾക്കാരെ തിരികെ കയറ്റലാണ് LDF ഗവൺമെൻറ് ഏറ്റവും വലിയ തമാശ. അപ്പോൾ അങ്ങനെ, അതായത് തൊഴിൽ സൃഷ്ടിയാണ് സ്വന്തക്കാരെ പുറം വാതിലിലൂടെ തിരികെ കയറ്റിക്കൊണ്ട്. അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന തൊഴിലും എല്ലാം കൂടി ചേർന്ന് എത്രയോ എക്സസ് സ്റ്റാഫ് തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്. അപ്പോൾ എക്സസ് സ്റ്റാഫ് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന 70-ലധികം വകുപ്പുകളുള്ള ഒരു സെക്രട്ടേറിയറ്റിൽ ഈ വകുപ്പുകളിലേക്ക് പത്രത്തിൽ ഒരു പേപ്പറിൽ എഴുതി അയക്കേണ്ട പരാതികൾ ജനങ്ങളുടെ അടുത്ത് പോയി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആരെയാ കണ്ടത്? മാത്രമല്ല, ഈ പരാതികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട്, അതിൽ സ്വീകരിച്ചാലും മതിയാകും. ഉണ്ട്, അതെ, ഓൺലൈൻ പോർട്ടൽ ഉണ്ട്. നമുക്കറിയാം, അതായത് എന്താണ് തോമസ് ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞ വലിയ പത്രക്കാരൻ എഴുതിയിരിക്കുന്ന വേൾഡ് ഈസ് ഫ്ലാറ്റ് മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പോർട്ടലിൽ സ്വീകരിക്കുക മാത്രമല്ല, ഓൺലൈൻ പോർട്ടലിൽ ഇരുന്ന് ഈ രാജ്യത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തുള്ള പരാതിക്കാരനെയും നേരിൽ കണ്ട് കണ്ണീര് കാണിക്കുന്നതോ എന്തുമാകട്ടെ നേരിൽ കണ്ട് പരാതി സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതാണ് തോമസ് ഫ്രീഡ്മാൻ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ തന്നെ രത്നച്ചുരുക്കം. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉള്ള ഈ യുഗത്തിൽ ഓരോ ആൾക്കാരുടെ പരാതി സ്വീകരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ചെലവിട്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് ഈ പാവപ്പെട്ട പരാതിക്കാരെ കാണാതെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് ഘടകവിരുദ്ധമായിട്ട് പൗരപ്രമുഖരെ കാണാൻ പോവുക. മാർക്സ് ഈ പൗരപ്രമുഖർക്കെതിരെയാണ് തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് ഉദ്ഘോഷിച്ചത്. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാര് പൗരപ്രമുഖരെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ്. എന്നിട്ട് അവരുടെ എന്താ പറയുക, സ്പോൺസർഷിപ്പ് നേരത്തെ വാങ്ങിയിരിക്കുന്നു. അതും കൂടാതെ അവരുടെ പേരിൽ, അവരുടെ ചെലവിൽ ആഹാരം കഴിക്കുന്നു. സത്യം പറയാമല്ലോ, കഴിഞ്ഞ ഭരണകാലം, ഇപ്പം നമ്മൾ തീരാൻ പോകുന്ന ഈ ധനവർഷത്തിൽ
നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഭരണം ഉണ്ടായിട്ടില്ല. പകരം ഗവൺമെൻറ് ആസ് സച്ച്, അതായത് ഭരണസിരാ കേന്ദ്രത്തിൽ ഭരണം നടക്കണമെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ഫയലുകൾ നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട മന്ത്രി തൊട്ടുള്ള എല്ലാവരും ഓഫീസിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ സമയബന്ധിതമായി ഒരു ഫയലും നീങ്ങിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കേരളീയം തൊട്ട് ഇങ്ങോട്ടുള്ള കഥകൾ നമ്മെ കാണിക്കുന്നത്. അത് മാത്രമല്ല ശ്രീമതി മേരി ജോർജ്, ആദ്യം പറഞ്ഞ ന്യായീകരണം ഒരു ബസ്സിൽ ഇത്രയും മന്ത്രിമാർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമെന്നാണ്. അത് ചിലവ് ചുരുക്കാനാണ് ഒരു ബസ്സിൽ തന്നെ തങ്ങൾ എല്ലാവരും സഞ്ചരിക്കുന്നതെന്ന് പിന്നീട് വാർത്താമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അതാത് വകുപ്പുകളിലെ കാറുകൾ ഇവരുടെ സാധന സാമഗ്രികൾ സഹിതം ഇങ്ങനെ പുറകെ ഘോഷയാത്ര പോലെ നടന്നു നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. എത്ര വാഹനങ്ങളാണ് ഈ ബസ്സിന് പുറകെ നീങ്ങിയത് എന്നുള്ളത് എല്ലാ ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ധൂർത്തിന്റെ മറ്റൊരു വലിയ മുഖമായി തന്നെ ആ യാത്ര മാറുകയായിരുന്നു. തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊന്നും നമുക്ക് മറക്കാറായിട്ടില്ല. ഓരോ വാഹനവും വരി വരിയായി ഇവരുടെ പുറകെ ഇവരെ അനുധാവനം ചെയ്യുന്നത്. ശ്രീമതി മേരി ജോർജിലേക്ക് എത്താം. ശ്രീ എം ജയചന്ദ്രൻ, സ്കൂളിൻ്റെ മതിലുകൾ ഇടിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ പൊരിവെയിലത്ത് നിർത്തുന്നു, ഇതൊക്കെയായിരുന്നല്ലോ ഏറെ വിവാദമുണ്ടാക്കിയത് നവകേരള സദസ്സിൽ. അതിൽ നിന്ന് ഒട്ടും മുന്നോട്ട് പോയില്ല. അവസാന ദിവസം പോലും ക്രമസമാധാന നില പാടെ തകരുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. അതിനും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ന്യായീകരണ വാദമുണ്ടായിരുന്നു, ജീവൻ രക്ഷാ പ്രവർത്തകർ എന്നുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും ഡിവൈഎഫ്ഐയുടെ അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണേണ്ടി വന്നു. എന്തിന് മുഖ്യമന്ത്രി കടന്നു വരുന്ന വഴികളിൽ സംശയമുള്ളവരെ പോലും അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത്രയധികം ഒരു അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ നവകേരള യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ ശരി, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഈ ഇത്രയധികം കോടികൾ, 1.05 കോടി നമുക്ക് ശീതീകരിച്ച KSRTC ബസ്സിന് ലഘുലേഖകൾ, ബ്രോഷറുകളൊക്കെ അടിക്കാൻ 25 ലക്ഷം, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ഇങ്ങനെ ലക്ഷങ്ങളുടെ കണക്ക് മാത്രമാണ് മുന്നിലുള്ളത്. അല്ല, നിങ്ങൾ എത്ര കൗശലത്തോടുകൂടി നിരവധി വിചിത്ര ന്യായങ്ങൾ ഉന്നയിച്ചാലും ഈ ഒരു വസ്തുത പറയുമ്പോൾ അത് എത്രയേറെ നിങ്ങൾ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അതങ്ങനെ ആവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ നവകേരള സദസ്സ്. നവകേരള സദസ്സിൽ എന്താണ് നവകേരള സദസ്സ് നടത്തുന്നത് പറഞ്ഞല്ലോ, തീയതിയൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്താണെന്നുള്ളത് ആദ്യം മുതലേ തുടക്കം മുതലേ വ്യക്തമാക്കി പോരുന്നത്. അത് അപേക്ഷ സ്വീകരിക്കാനാണോ നവകേരള സദസ്സ് നടത്തിയത്? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലോ നടപ്പാക്കിയത്. ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തോളം വരുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തങ്ങൾ എന്താണ് ചെയ്തത്? തങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്ന എന്താണ്? ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക. അതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് തന്നെയായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഇതേ ചാനലിൽ, ജനം ചാനലിൽ നവംബർ 17 നടന്ന ചർച്ച എന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് അവിടെ കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. നവംബർ 17 ഇപ്പോഴും കാണും അവിടെ കേട്ടോ. എന്താണ് നാളെ മുതൽ നടക്കാൻ പോകുന്ന നവകേരള സദസ്സ്, അന്നമ്പ്യാരുടെ ഡിബേറ്റ്, ഞാൻ പറഞ്ഞത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷമായല്ലോ, ഡിസംബർ 24 അവസാനിച്ചല്ലോ, പരാതികൾ പരിഹരിച്ച കണക്കുണ്ടോ? അല്ല, പറയട്ടെ, താങ്കൾ എനിക്ക് ഞാൻ 2 മിനിറ്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് താങ്കൾ പറഞ്ഞോളൂ. പക്ഷെ ചോദിച്ചു എന്നേ ഉള്ളൂ, പരാതികൾ പരിഹരിച്ചതിന് കണക്കുണ്ടോ? ഞാൻ പറയുന്നേ കണക്കുണ്ടോ? അല്ല, അത് പറയാമല്ലോ. ശരി, പറഞ്ഞോളൂ. ഇത് ആദ്യഘട്ടത്തിൽ ഇത് തന്നെയായിരുന്നല്ലോ. നേരെ പെട്ടെന്ന് കട്ട് ചെയ്യുക, പോവുക. എനിക്ക് പറയാനുള്ളത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇവിടെ തന്നെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. എനിക്ക് താങ്കൾ പറഞ്ഞോളൂ. അത് ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് പോയത്. ഇടവേള കഴിഞ്ഞിട്ട് വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ. ശരി, ഇനി താങ്കൾക്ക് തുടരാം. അത് അങ്ങനെ ഈ 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് പറഞ്ഞത്, ഈ അവര് ചെയ്തതും അവർക്ക് യൂണിയൻ ഗവൺമെന്റിനും നേരിടേണ്ടി വന്നതുമായ ഒരു ഗവൺമെന്റിന് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് ജനങ്ങളോട് തുറന്നു പറഞ്ഞത്. ആ തുറന്നു പറഞ്ഞതിനൊപ്പം ആ വേദിയുടെ ഒരു ഭാഗത്തായി 3 മണിക്കൂർ ഇവർ ഈ പരിപാടി തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ പരാതി സ്വീകരിക്കാൻ തുടങ്ങും. അങ്ങനെ സ്വീകരിച്ച പരാതികൾ 6,20,135 അതും പരസ്യപ്പെടുത്തിയിരുന്നു. പക്ഷെ അതല്ല ഈ പരാതി എന്നുള്ളതല്ല മെയിൻ ഫോക്കസ്. ഇത് രാഷ്ട്രീയമായി ജനങ്ങളോട് പറയുക, നിയമപരമായി കോടതിയിലേക്ക് പോവുക, ഇത് തന്നെയായിരുന്നു ഉദ്ദേശം. അതിന് തീരുമാനിച്ചു തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുകയും ഡിസംബർ 14 സുപ്രീം കോടതി കേസ് കൊടുക്കുകയും ചെയ്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ.
സംസ്ഥാനത്തിന് വേണ്ടി. അതിനുശേഷം ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ സമരവും ഇരുന്നു. ഇത്തരം കാര്യങ്ങൾ അത് പിന്നെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഘട്ടം ഘട്ടമായി തന്നെയാണ് അവർ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ ജനങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ള പരാതികൾ അത് പല തരത്തിലുള്ള പരാതികളാണ്. ജനങ്ങൾക്ക് വ്യക്തിപരമായ പരാതികളുണ്ട്, ഒരു ജനസമൂഹത്തിനുള്ള പരാതികളുണ്ട്, പ്രാദേശികമായിട്ടുള്ള പരാതികളുണ്ട്. അങ്ങനെ പല പരാതികളും വന്നപ്പോൾ ഒന്നിടപെട്ടുകൊള്ളട്ടെ ഒരൊറ്റ കാര്യം. അങ്ങനെയാണെങ്കിൽ നവകേരള സദസ്സ് എന്ന് പറയുന്നത് പരാതി പരിഹരിക്കാനല്ല, തങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു എന്ന് തുറന്നു പറയണമായിരുന്നു. അല്ലാതെ തോമസ് ചാഴിക്കാടനെ കണ്ണ് ഉരുട്ടി വിരട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പറയുമ്പോൾ പ്രസംഗം നിർത്തുക, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ പ്രസംഗിച്ചു പോയ കെ ശൈലജ ടീച്ചറെ അതിനും വല്ലാത്ത രീതിയിൽ ശകാരിക്കുക, അതൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ. അല്ല, അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ, അത് പറഞ്ഞോളൂ. അല്ലാതെ കേരളം സാക്ഷിയായതല്ല. അല്ല, കേരളം സാക്ഷിയായത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇന്റർപ്രറ്റ് ചെയ്യാനും ചോദിക്കാനുള്ള അവസരം അപ്പോഴും കിട്ടി, ഇപ്പോഴും കിട്ടും, നാളെയും കിട്ടും. ഞാൻ പറഞ്ഞു വന്ന അതല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്ന് മുഴുമിക്കാനുള്ള ഒരു സൗകര്യമേ ഞാൻ ചോദിച്ചുള്ളൂ താങ്കളോട്. അന്ന് മുഴുമിപ്പിച്ചോട്ടെ, എന്നിട്ട് താങ്കളുടെ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നതല്ലേ ഉചിതം, അതല്ലേ ഔചിത്യം. അപ്പൊ അത് അങ്ങനെ ചെയ്തപ്പോഴേക്ക് അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ആ പരാതികൾ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളുടെ പരാതികള്, പ്രദേശത്തിന്റെ പരാതികള്, പിന്നെ ഒരു നാടിന്റെ പരാതികൾ, അങ്ങനെയൊക്കെ പല പരാതികളുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന എന്റെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞാൽ 100-ലധികം വർഷമായിട്ട് നിലനിൽക്കുന്ന സ്കൂളിന്റെ പിന്നെ ദുർബലാവസ്ഥ പരിഹരിക്കണം. പിന്നെ ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് പരാതി കൊടുപ്പിച്ചത്. അത് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെടുകയും അക്കാര്യത്തിൽ പിന്നീട് വിശദമായ കാര്യങ്ങൾ നടക്കുകയും അതിന്റെ നടപടികൾക്ക് തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് യുവരാജ് ഗോകുലിൽ നിന്ന് ചിരിക്കുന്നു. താങ്കൾക്ക് ചിരിക്കുകയോ പരിഹസിക്കുകയോ പ്ലക്കാർഡ് പിടിക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു കഥ ആലോചിച്ച് ചിരിച്ചു പോയതാണ്, വേറൊന്നുമല്ല. വേണ്ട അത് താങ്കളുടെ അവസരത്തിൽ ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. എനിക്കുള്ള താങ്കളുടെ അവസരത്തിൽ ഞാൻ കയറി ഇടപെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതവിടെ നിർത്തൂ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരും താങ്കൾക്ക് പറയാനുണ്ടാവും, അത് താങ്കളുടെ അവസരത്തിൽ പറയുക. ഞാൻ ഒരാളുടെ സമയം അനുവദിക്കാൻ വരുന്നില്ലല്ലോ, താങ്കളല്ലേ എനിക്ക് സമയം തന്നത്, ആ ഒരു മര്യാദ കാണിക്കണം. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ നാട്ടിലെ സ്കൂളിന് 2 കോടി രൂപയാണ് വിദ്യാഭ്യാസ മന്ത്രി ആ നാട്ടുകാരുടെ പിന്നെ അവിടുത്തെ 87 കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രൈമറി സ്കൂളാണ്. ആ പ്രൈമറി സ്കൂളിലെ കർഷകരും കർഷകതൊഴിലാളികളും മാത്രമാണ് അവിടെ ഉള്ളത്. വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളൊന്നും അല്ല പഠിക്കുന്നത്. ആ സ്കൂളിന്റെ പ്രാധാന്യം തീരുമാനിക്കുന്നവരാണ് AEO ആണ് പ്രാഥമികമായി തീരുമാനിക്കുന്നത്. AEO തീരുമാനിച്ചു, DD-യിലേക്ക് പോയി, അത് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയാണ് പണം അനുവദിച്ചത്. അങ്ങനെ 100 കണക്കിന് പിന്നെ ആ കൂട്ടത്തിൽ ഗൂഗിൾ പരിഹസിച്ച് 515 രൂപ നേട്ടം കിട്ടിയ ഒരാളുണ്ട്. അത് കോട്ടമാണ്, തീർച്ചയായിട്ടും കോട്ടമാണ്. ഞാനും അടിവരയിൽ അംഗീകരിക്കുന്ന ആളാണ്, ഒന്നുമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട്. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ പരാതി ഉണ്ടായിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ. സാമ്പത്തിക തട്ടിപ്പിനെ സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ, അത് നമ്മുടെ ഈ ചർച്ചയുടെ പണിയല്ലല്ലോ. സാമ്പത്തിക തട്ടിപ്പിനെ സംബന്ധിച്ച് വിധി കൽപ്പിക്കാനായിട്ട് നമുക്ക് അധികാരമൊന്നുമില്ല, എനിക്ക് അധികാരമില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്തോളൂ, എനിക്ക് തർക്കവുമില്ല, എനിക്ക് അധികാരമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ആ തരത്തിലൊരു പരിപാടി കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് അതിന് സുഹൃത്ത് എന്ന് പിന്നെ കേന്ദ്ര സർക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചീഫ് സെക്രട്ടറി മറുപടി കൊടുത്തോളും. അതിനൊക്കെയുള്ള പ്രാപ്തിയുള്ള ആളാണല്ലോ ഈ 140 നവകേരള സഭയിലും പങ്കെടുത്ത ചീഫ് സെക്രട്ടറി. അദ്ദേഹം അതിന് മറുപടി കൊടുക്കുക തന്നെ വേണം, ചെയ്യണം, അത് ചെയ്യണം. അതുപോലെ മേരി ടീച്ചർ പറഞ്ഞ വകമാറ്റി ചെലവ് ചെയ്യുന്ന പ്രവണത കേരളത്തിൽ ഉണ്ട്, അത് വസ്തുതയാണ്. ആ വകമാറ്റി ചെലവ് ചെയ്യേണ്ടി വരുന്നത് സുപ്രീം കോടതിയിൽ തന്നെ കേരളം പറഞ്ഞതുപോലെ ഈ കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം യൂണിയൻ ഗവൺമെന്റിന് ഇല്ല എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചു തരണം. ഇതാണ് കേരളത്തിന്റെ ബേസിക് ക്ലെയിം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ മറ്റേ ധന ഉത്തരവാദിത്ത നിയമപ്രകാരം 3% ആണെങ്കിൽ 3% എല്ലാവർക്കും ബാധകമാക്കണം. ഈ കാര്യത്തിൽ കോടതിയുടെ വ്യാഖ്യാനം വേണം. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർക്ക് അറിയാം, വിശദമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ടീച്ചറുടെ കാര്യത്തിൽ ഒരു പിന്നെ ടീച്ചർ വ്യക്തത തരുന്നതാണ് എനിക്കിഷ്ടം കൂടുതൽ. ആ മേഖല അറിയാവുന്ന അങ്ങേയറ്റം അവഗാഹമുള്ള വ്യക്തിയാണ് ടീച്ചർ അക്കാര്യത്തിൽ. അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല, അതുണ്ട്. പിന്നെ ടീച്ചർ പറഞ്ഞ ഗോൾഡിന്റെ പ്രശ്നം, ടീച്ചർ ആ ഗോൾഡിന്റെ പ്രശ്നത്തിൽ എനിക്ക് ഒരു സംശയം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ടീച്ചർ. അടുത്ത സംശയം, നമ്മുടെ MP അഹമ്മദ് ഉണ്ടല്ലോ, മലബാർ ഗോൾഡിന്റെ, അദ്ദേഹം പറഞ്ഞു ഈ സ്വർണത്തിന് ഇപ്പോഴല്ല കേട്ടോ, ഐസക് ധനമന്ത്രിയായിരിക്കണം. ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരു ചാനലിൽ. അപ്പൊ അത് ആ ഒരു പ്രശ്നം ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കും ആ തർക്കം അന്ന് മുതലുണ്ട്.
ഈ ഗോൾഡിന്റെ പിന്നെ ടേൺ ഓവർ ടാക്സ് ഉൾപ്പെടെ നമുക്ക് കേരളത്തിൽ കിട്ടേണ്ടതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചില ആൾക്കാർ, അവരൊന്നും മോശക്കാരല്ല, വളരെ മിടുക്കരായ വ്യാപാരികൾ, NB അഹമ്മദിനെ പോലുള്ളവർ എന്താണ് അങ്ങനെ പറയുന്നത്? ടീച്ചർക്ക് അത് കൂടുതൽ പറഞ്ഞു തരാൻ കഴിയും ഈ ചർച്ചയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തിന്മകൾ, വീഴ്ചകൾ, അത്തരത്തിലുള്ള ഒമിഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വിമർശിക്കണം. ഞാൻ അങ്ങനെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഒരു ഹെയ്റ്റ് പ്രൊപ്പഗണ്ടയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. അത്രേ ഉള്ളൂ. ഹെയ്റ്റ് പ്രൊപ്പഗണ്ടയ്ക്ക് കൂട്ടുനിൽക്കില്ല. അത് മാത്രമല്ല എന്റെ നിലപാട്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ധനവിനിയോഗത്തിലെ ക്രമക്കേടിനേക്കാൾ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലും ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെ വരും ചർച്ചകളിലും LDF പ്രതിനിധികൾ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമില്ല. ശ്രീ യുവരാജ് ഗോകുൽ, സർക്കാരിനെതിരായ ഏതൊരു ആരോപണവും രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള മറുപടി മാത്രമാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയുന്നത്. അല്ലാതെ സുതാര്യമായ ഒരു ബോധ്യപ്പെടുത്തലിലേക്ക് കടക്കുന്നതേയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അതിന് സാധിക്കാത്തത്? കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം പറയാനുണ്ടാവും, കണ്ടന്റ്ഫുൾ ആയിട്ട്. ഞാനത് എൻ്റെ ഭാഗം പെട്ടെന്ന് ഞാൻ ഫിനിഷ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ജയചന്ദ്രൻ സാറിനെ പോലുള്ള ആൾക്കാർ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒരുപാട് സത്യസന്ധത പുലർത്തുന്ന ആളായതുകൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ നാറാണത്ത് ഭ്രാന്തൻ്റെ കാര്യം പറഞ്ഞ മറ്റൊന്നും കൊണ്ടല്ല സാർ. സാർ ആ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ആലോചിച്ച് പോയതാണ്. അതായത് നവകേരള സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് വണ്ടി അകത്ത് കയറ്റിയ ഒരു സംഭവമാണ്. അതായത് ഈ സ്കൂൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ പൊളിച്ചത്. അതായത് രാവിലെ മുതൽ പാറ ഉരുട്ടി മോളി കയറ്റി എന്നിട്ട് മോളിൽ നിന്ന് ഉരുട്ടി താഴേക്ക് വിടുക എന്ന് പറഞ്ഞ പോലൊരു പ്രോസസ്സ്. അത് ആലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാണ്. ക്ഷമിക്കണം, അല്ല മറ്റൊന്ന് അങ്ങോട്ടുള്ള ബഹുമാനക്കുറവ് കൊണ്ടൊന്നും അല്ല. ഒന്ന് അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ കാസർഗോഡ് മുതൽ കേരളം തിരുവനന്തപുരം വരെ നടത്തിയത് ഈ പറയുന്ന ജനങ്ങളെ ബോധിപ്പിക്കാനാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണന എന്ന് പറയുന്നുണ്ട്. എന്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണന എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, ഇവരെന്നിട്ട് എന്താണ് ബോധിപ്പിച്ചത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലല്ലോ ബോധിപ്പിക്കേണ്ടത്. അവർ ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും ബോധിപ്പിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ അവിടെ ചെന്ന് നിന്ന് എന്തൊക്കെയോ പൊളിറ്റിക്കൽ റെട്ടോറിക്ക് നടത്തുക എന്നുള്ളതിലുപരി കൃത്യമായിട്ട് സ്പെസിഫിക്കലി ഞങ്ങൾക്ക് ഇതാണ് കിട്ടാനുള്ളത്, ഇതാണ് തരാനുള്ളത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല എന്നല്ലല്ലോ പറയുന്നത്. ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും 3% മാത്രമാണ് കടമെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു 0.5 മറ്റ് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട്. അത് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 0.5 എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്, അല്ലാണ്ട് കേരളത്തിനോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. കേരളം കുറച്ച് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന പേരിൽ കുറച്ച് സാധനങ്ങൾ നടത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ പേരിൽ. അതൊരു തട്ടിപ്പായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായപ്പോൾ അതുകൊണ്ട് ആ തുക പിന്നീടൊരു കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. സുപ്രീം കോടതി ഇപ്പോൾ എന്താണ്, അത് കേസ് ഫയലിലെങ്കിലും പ്രോപ്പറായിട്ട് സ്വീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. സുപ്രീം കോടതി കേന്ദ്രത്തോട് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒന്ന് ബെയിൽ ഔട്ട് ചെയ്യൂ, ഒരു ബെയിൽ ഔട്ട് പ്ലാൻ കൊടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് അവർക്ക് അർഹതയുണ്ടെന്നല്ല പറയുന്നത്. ഒരു ബെയിൽ ഔട്ട് പ്ലാൻ കൊടുക്കാൻ മാത്രമാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 5000 കോടി വല്ലതും കടമെടുക്കാൻ കൊടുത്തതിന് ശേഷം അടുത്ത വർഷം അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു മാത്രമാണ് സുപ്രീം കോടതി പറയുന്നത്. അല്ലാണ്ട് ഇത് ഇവർക്ക് അർഹതപ്പെട്ടതാണ് കൊടുക്കുമെന്ന് സുപ്രീം കോടതി പറയുന്ന ഒരു വരിയെങ്കിലും എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ വെറുതെ എനിക്ക് സാറിന് പൊസിഷൻ മനസ്സിലാവും. ഐ എം സോറി, സമയക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ്. ശ്രീമതി മേരി ജോർജ്, 1 മിനിറ്റിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്തായാലും സർക്കാർ ഇനിയെങ്കിലും ഒരു പുനർവിചിന്തനം നടത്തുമോ? ഇനിയിപ്പോൾ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ്, ലോക കേരള സഭ എന്നുള്ള പേരിൽ. എനിക്ക് തോന്നുന്നു ഈ ലോകസഭ ഇലക്ഷനിൽ തന്നെ സർക്കാരിന് തിരിച്ചടി കിട്ടാനാണ് സാധ്യത. കാരണം ഇപ്പോൾ ഈ ജയേന്ദ്രൻ മാസ്റ്ററോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 2ാം പിണറായി ഗവൺമെന്റിന്റെ ഭരണം കേരളത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും ഈ ലോകസഭാ ഇലക്ഷനിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് തന്നെ ഇതിനുള്ള ഒരു തിരിച്ചടിയാകും, ഒരു വലിയ പാഠമാകും LDFന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ തന്നെ നല്ല കാൻഡിഡേറ്റ്സ് ആണ്. പക്ഷെ നല്ല കാൻഡിഡേറ്റ്സിനെ ആണെങ്കിലും ജനം തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെന്റിന്റെ ഭരണം അതിന് അവരെ സഹായിക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം. അത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അവരോട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങൾ, അതിൽ കാണിച്ചിരിക്കുന്ന ഓരോന്നിനും കൊടുത്തിരുന്ന മുൻഗണനാ ക്രമം അനുസരിച്ച് എന്ത് ചെയ്തു എന്ന് ജനം വിലയിരുത്തുകയാണ് എങ്കിൽ വലിയ ഒരു പാഠമായിട്ട് അത് മാറുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും യുക്തി പൂർവം കേരള ജനത വിധി എഴുതും
ാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ധൂർത്തിന്റെ മാമാങ്കം ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ വരുമ്പോൾ പൊതുജനങ്ങൾ തന്നെ അത് അതിനോട് പ്രതികരിക്കും എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.